ഹായ്, ഇന്നത്തെ ഡിന്നർ സ്പെഷ്യലി മെയ്ഡ് ഫോർ മീ ആണ്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡിന്നർ എനിക്ക് വേണ്ടി തന്നെ ഞാൻ കുക്ക് ചെയ്യാണ്. ചിക്കൻ ഫ്രൈ ആൻഡ് ഹമൂസ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഹമൂസ് ഉണ്ടാക്കും. ഇത് ഹമൂസ് നാട്ടിൽ അത്ര ഫേമസ് ആണോ എന്ന് അറിയത്തില്ല. ഞാനിതുവരെ വീട്ടിൽ നിന്നോ വീടിനടുത്തുള്ള റെസ്റ്റോറൻറ്റുകളിൽ നിന്നൊന്നും ഇത് കഴിച്ചിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷം, ഖത്തറിൽ വന്നതിന് ശേഷമാണ് ഇത് ആദ്യമായിട്ട് കഴിക്കുന്നത്. അപ്പോൾ ചിക്കൻ ഫ്രൈയിൽ തന്നെ ആദ്യം തുടങ്ങാം. ചിക്കൻ ഫ്രൈയിൽ ഞാൻ സിമ്പിളായിട്ടുള്ള മസാലകളാണ് ചേർത്തത്. മഞ്ഞൾ, മുളക് പൊടി, കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, ഉപ്പ്, ഇത് മാത്രം മിക്സ് ചെയ്തിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ഇതിൽ ഹമൂസ് കൂടുതലുള്ളത് കൊണ്ട് ചിക്കനിന് ഓവർ ഫ്ലേവറിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. അപ്പം നന്നായിട്ട് ചിക്കൻ എടുക്കുന്നുണ്ട്, ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് കോമ്പിനേഷനായിട്ട് പലതും നമുക്ക് യൂസ് ചെയ്യാം. ബ്രെഡ്, കുബൂസ്. മെയിനായിട്ട് എനിക്കിഷ്ടം കുബൂസ് യൂസ് ചെയ്യാനാണ്. പിന്നെ ഈ ഇറാനി ബ്രെഡ്സൊക്കെ പോലെ നല്ല കട്ടിയുള്ള ബ്രെഡ് ഉണ്ടല്ലോ, അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഏകദേശം വൺ സൈഡ് ഓൾറെഡി വെന്ത് കഴിഞ്ഞു. നമുക്കിനി മറിച്ചിടാം. ഏകദേശം കളറൊക്കെ മാറി വന്നു. ഞാൻ ലൈറ്റ് ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് ലെഗിൻ്റെയൊക്കെ മിക്കവാറും വേവാത്ത ഒരു സിറ്റുവേഷൻ വരും. ഭയങ്കര ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ, ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പുറമേ പെട്ടെന്ന് കരിഞ്ഞു പോവും, പക്ഷെ ഉള്ളിൽ വേവാത്തൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചിക്കൻ വെന്ത് കഴിഞ്ഞപ്പോൾ ഒന്ന് ചെറുതായി നല്ലോണം. ഇനി ഈ സൈഡും കൂടെ ആവട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫ്രൈ ഏകദേശം റെഡിയായി. നമുക്കിനി കോരിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് ഹമൂസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് നമുക്ക് ആദ്യം വേണ്ടത് എള്ളാണ്. എള്ള് പേസ്റ്റ് കിട്ടും. ഇപ്പോൾ എൻ്റെ അടുത്ത് പേസ്റ്റ് അല്ല, വൈറ്റ് കളർ എള്ളാണുള്ളത്. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് അത് പൊടിച്ചെടുക്കും. ശരിക്കും പേസ്റ്റാണ് വേണ്ടത്, പക്ഷേ വെള്ളത്തിലിട്ടിട്ട് അത് പേസ്റ്റ് ആക്കുന്ന സമയത്ത് എൻ്റെ മിക്സിൽ നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ കണ്ടുപിടിച്ചൊരു ഐഡിയ ആണ്. ഇതൊന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും, പൊടിച്ചെടുത്തിട്ട് ആ പൊടി ഇതിനകത്തേക്ക് ഹമൂസിൻ്റെ ഇതിനകത്തേക്ക് ചേർക്കും. അപ്പോൾ അത് ആദ്യം ഇതൊന്ന് ഫ്രൈ ചെയ്ത് വെക്കുകയാണ്. അത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. 3 സ്പൂൺ എള്ളാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് കടലയ്ക്ക് 3 സ്പൂൺ എള്ള് എന്നുള്ള അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അളവ് കൂട്ടുന്നതിനനുസരിച്ച് നിങ്ങൾ അതിൽ വ്യത്യാസം വരുത്താം. നന്നായിട്ട് പൊടിച്ചെടുക്കാം. നമുക്ക് പൊടി ഇതേപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ 1 കപ്പ് കടല വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് നമ്മുടെ വെള്ളക്കടലയാണ്. ഇത് നന്നായിട്ട് വെന്ത കടലയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണം. ഇനി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് നോക്കാം. ഇത് എള്ളിൻ്റെ പൊടിയാണ് നേരത്തെ പൊടിച്ച് വെച്ചത്. ഇനി എള്ളിൻ്റെ പൊടി, നമുക്ക് ഒരു ലെമൺ ജ്യൂസ്, ഞാനൊരു ഹാഫ് ലെമൺ പിഴിഞ്ഞ് വെച്ചേക്കാണ്, ലെമൺ ജ്യൂസ്. പിന്നെ ഒരു 3 വെളുത്തുള്ളി, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 സ്പൂൺ യോഗോട്ടും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. ആദ്യം നമ്മൾ കടല മിക്സിയിലേക്ക് ഇടുക. 1-2 വിസിൽ ആയപ്പോൾ തന്നെ എൻ്റെ കടല വെന്തു. കാരണം ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കടല വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് വേവിച്ചത്. അതുകൊണ്ട് കടല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് 2 വിസിലും കൊണ്ട് തന്നെ. അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും ഇട്ട് കൊടുക്കുക.
പിന്നെ ഉപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ, ഒരു സ്പൂൺ ഉപ്പാണ് കേട്ടോ ഞാൻ ചേർത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പിനിയും വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർക്കാം. അപ്പോൾ ആദ്യം ഞാൻ തൽക്കാലത്തേക്ക് ഒരു സ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. തഹിനി പേസ്റ്റ്, ലെമൺ ജ്യൂസ്, മിക്സിയിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ചേർക്കാനുള്ളതാണ് ഒലിവ് ഓയിൽ. അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരു സാധനമാണ്. ഹമ്മൂസ് ഉണ്ടാക്കുമ്പോൾ ഒലിവ് ഓയിൽ നിർബന്ധമാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് ഒലിവ് ഓയിലേ ഒഴിക്കുന്നുള്ളൂ. ഇതിന് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് തിക്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നീടും കുറച്ചും കൂടെ ഒലിവ് ഓയിൽ ഒഴിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാം കൂടി ഒരു 4 സ്പൂണോളം 4-5 സ്പൂണോളം ഒലിവ് ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ കൂടുതൽ കണ്ടോ ഇതിനകത്ത് മേളിലിങ്ങനെ ഒലിവ് ഓയിലിൻ്റെ ആ ഒരു ലെയർ പോലെ നിൽക്കുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ ഹമ്മൂസ് ഇപ്പോൾ റെഡിയാണ്. നമുക്കിനി സെർവ് ചെയ്യാം. സെർവ് ചെയ്യുന്ന സമയത്തുള്ള പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് പ്ലേറ്റിലാണോ മാറ്റുന്നത് അത് അതിനകത്ത് നന്നായിട്ട് ഈ ഹമ്മൂസ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ഒലിവ് ഓയിലും കൂടെ ഒഴിക്കും. നമ്മൾ കഴിക്കുന്ന സമയത്ത് ഈ ഒലിവ് ഓയിലും ഹമ്മൂസും കൂടെ എടുത്തിട്ടാണ് നമ്മൾ കഴിക്കുക. അപ്പം അതാണ് കൂടുതൽ യമ്മി ടേസ്റ്റ് എന്ന് പറയുന്നത്. ഹമ്മൂസും ചിക്കൻ ഫ്രൈയും റെഡിയാണ്. ഞാൻ കുറച്ച് കുബൂസും മേടിച്ച് വെച്ചിട്ടുണ്ട്, കഴിക്കുന്നത് കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്കിത് കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് അസ്. എന്തെങ്കിലും കമൻസോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.